കഥയെ ആരംഭിക്കുന്നത് ഒരു അപ്പാർട്ട്മെന്റിൽ നിന്നുമാണ്. ഈതൻ എന്നു പേരുള്ള ഒരു യുവാവ് സാധാരണ പോലെ ഒരു ദിവസം തന്റെ ഉറക്കമുണരുകയായിരുന്നു. അവൻ പതിവ് പോലെ കുളിച്ചൊരുങ്ങി തന്റെ ജോലികളിലേക്ക് കടക്കാൻ തയ്യാറെടുത്തു. പക്ഷെ അപ്പോഴാണ് അവൻ TV ഓൺ ചെയ്തത്. എന്തൊക്കെയോ പ്രശ്നങ്ങളുള്ള പോലെ TV കണ്ടപ്പോൾ അവന് തോന്നി എല്ലാ ചാനലുകളിലും എമർജൻസി അലേർട്ടുകൾ സംപ്രേഷണം ചെയ്യപ്പെടുന്നു. പുറത്താകട്ടെ വലിയ രീതിയിലുള്ള അരാജകത്വം ആരംഭിച്ചു കഴിഞ്ഞിരുന്നു. ഏതൻ പുറത്തേക്ക് ചെന്ന് നോക്കി. പെട്ടെന്നൊരു ഹെലികോപ്റ്റർ അടുത്ത കെട്ടിടത്തിലേക്ക് ഇടിച്ചു കയറുന്നത് പോലും ഏതൻ ഞെട്ടലോട് നോക്കിക്കണ്ടു. ഈ ആശയക്കുഴപ്പങ്ങൾക്കിടയിൽ ഏഡന്റെ അയൽവാസി ബ്രാൻഡൻ പെട്ടെന്ന് അവന്റെ അപ്പാർട്ട്മെന്റിലേക്ക് ഇടിച്ചു കയറി. പരിഭ്രാന്തിയിലായിരുന്ന ബ്രാൻഡൻ തനിക്ക് ഒളിക്കാൻ ഒരിടം വേണമെന്ന് ഏതനോട് പറഞ്ഞു. അവന്റെ റൂംമേറ്റ് വിചിത്രമായും അക്രമാസക്തമായും പെരുമാറാൻ തുടങ്ങിയെന്നും തന്നെ ആക്രമിക്കാൻ മുതിർന്നുവെന്നും അവൻ വെളിപ്പെടുത്തി. നിമിഷങ്ങൾക്കകം യഥാർത്ഥത്തിൽ എന്താണ് സംഭവിക്കുന്നത് എന്നൊരു വാർത്താ റിപ്പോർട്ടിലൂടെ അവർ മനസ്സിലാക്കുകയായിരുന്നു. നഗരം മുഴുവൻ ഒരു നിഗൂഢ വൈറസ് ബാധിച്ചിരിക്കുന്നു. അതൊരു സോംബി ആക്രമണം പോലെയാണ് പടരുന്നത്. രോഗം ബാധിച്ചവരുടെ കണ്ണുകൾ ചുവന്നിരിക്കും. കടിയേറ്റാലോ പോറലേറ്റാലോ വൈറസ് വേഗത്തിൽ പടർന്നു പിടിക്കും. ആ സമയത്താണ് ഏതൻ ഭയാനകമായ ആക്കാഴ്ച ശ്രദ്ധിച്ചത്. ബ്രാൻഡന് അതിനോടകം രോഗബാധയേറ്റിട്ടുണ്ട്. അവന്റെ കഴുത്തിൽ കടിയേറ്റ ഒരു അടയാളം വ്യക്തമായിരുന്നു. ഒട്ടും വൈകാതെ തന്നെ ഏഡൻ ബ്രാൻഡനെ അപ്പാർട്ട്മെന്റിൽ നിന്ന് പുറത്താക്കി. ബ്രാൻഡൻ പുറത്തേക്കെത്തിയതും മറ്റു സോംബികൾ വളയുകയും അവനെ കൊല്ലുകയും ചെയ്തു. ഒരു തരത്തിലായിരുന്നു ഏഡൻ വാതിലടച്ചത്. അവൻ വല്ലാതെ പരിഭ്രാന്തനായി. ഇനി എന്തു ചെയ്യുമെന്നറിയാതെ അവനൊന്ന് തകർന്നിരുന്നു. ആ സമയത്താണ് മാതാപിതാക്കളിൽ നിന്ന് അവന് ഒരു സന്ദേശം ലഭിക്കുന്നത്. അവൻ എവിടെയാണോ ഇപ്പോൾ ഉള്ളത് അവിടെ തന്നെ തുടരാനും അതിജീവിക്കാനും അവർ അവനോട് ആവശ്യപ്പെട്ടു. കുടുംബത്തെ വീണ്ടും കാണാമെന്ന പ്രതീക്ഷയിൽ ഏഡൻ തന്റെ ജീവൻ നിലനിർത്താൻ തീരുമാനിച്ചു. ഒരാഴ്ചക്കാലം അങ്ങനെ മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്നു. അന്താരാഷ്ട്ര വാർത്താ ചാനലുകൾ ഏഡൻ പരിശോധിക്കുന്നുണ്ടായിരുന്നു. സോംബികളുടെ സ്വഭാവവും അവിടെ നടക്കുന്ന കാര്യങ്ങളും അവൻ മനസ്സിലാക്കിക്കൊണ്ടിരുന്നു. ആദ്യഘട്ടത്തിൽ ഒറ്റപ്പെടലിനെ അവൻ അതിജീവിച്ചത് അത്തരത്തിലായിരുന്നു. അപ്പാർട്ട്മെന്റിനുള്ളിലെ തന്റെ ഏകാന്ത ജീവിതം രേഖപ്പെടുത്താൻ അവൻ വീഡിയോ വ്ലോഗുകൾ ചെയ്യാൻ തുടങ്ങി. 4ാം വാരം ആയപ്പോഴേക്കും സ്ഥിതിഗതികൾ വളരെ മോശമായി കഴിഞ്ഞിരുന്നു. വൈറസ് നഗരം മുഴുവൻ പടർന്നു പിടിച്ചു കഴിഞ്ഞു. വാതിലിന് പുറത്തുനിന്നുള്ള വിചിത്രമായ ശബ്ദങ്ങൾ അവനെ സദാസമയവും ഭയപ്പെടുത്തി. എപ്പോൾ വേണമെങ്കിലും സോംബികളകത്തെ കിരച്ചുകയറാം എന്നവൻ ഉള്ളിൽ വിറച്ചു. കുടിവെള്ള വിതരണം പെട്ടെന്നായിരുന്നു നിലച്ചത്. അതോടെ ഈതന്റെ നിയന്ത്രണം നഷ്ടപ്പെട്ടു തുടങ്ങി. കടുത്ത മാനസിക സമ്മർദ്ദത്തിലും തന്റെ സമനില നിലനിർത്താൻ അവൻ കഷ്ടപ്പെട്ടു. പലതരം ആക്ടിവിറ്റീസിൽ ഏർപ്പെട്ടു. ഒരു ദിവസം വ്ലോഗ് റെക്കോർഡ് ചെയ്യുന്നതിനിടയിൽ അവൻ അസ്വസ്ഥതയുണ്ടാക്കുന്ന ഒരു ശബ്ദം കേട്ടു. ഒരു സോംബി എങ്ങനെയോ അവന്റെ അപ്പാർട്ട്മെന്റിൽ കയറിക്കൂടിയിരുന്നു. മറഞ്ഞിരുന്ന് അവൻ പെട്ടെന്ന് പ്രതികരിച്ചു. അവൻ അതിനെ കൊന്നു. മൃതദേഹം പുറത്തേക്കെറിഞ്ഞു. എങ്ങനെയാണത് അകത്തു കയറിയത് എന്ന് മനസ്സിലാക്കാൻ അവൻ മുഴുവൻ സ്ഥലവും പരിശോധിച്ചു. ഒടുവിൽ അവനത് തിരിച്ചറിഞ്ഞു. ബാത്റൂമിലെ വെന്റിലേഷൻ തുറന്നു കിടപ്പുണ്ട്. അതുവഴിയായിരിക്കാം സോംബി അകത്തെത്തിയത്. ഉടൻ തന്നെ അവനത് കൃത്യമായിട്ടും അടച്ചു. 2 മാസക്കാലം ആ അപ്പാർട്ട്മെന്റിൽ തന്നെ ഏഡൻ കഴിച്ചുകൂട്ടി. ഒടുവിൽ അവൻ തന്റെ കുടുംബത്തെ ബന്ധപ്പെടാനൊന്ന് ശ്രമിച്ചു. അവരിപ്പോഴും ജീവനോടെയുണ്ടോ എന്നറിയാൻ അവന് വല്ലാത്തൊരു ആഗ്രഹം തോന്നിയിരുന്നു. പക്ഷേ ഫോൺ പരിശോധിച്ചപ്പോൾ അവന് ലഭിച്ചൊരു വോയിസ് മെസ്സേജ് അവനെ പൂർണ്ണമായും തകർത്തു കളഞ്ഞു. അവന്റെ കുടുംബം മുഴുവൻ സോംബികളുടെ ആക്രമണത്തിനിരയായിരുന്നു. അവരെ ഇനി ഒരിക്കലും കാണാൻ കഴിയില്ല. താനിനി അനാഥനാണ് എന്ന തിരിച്ചറിവ് ഈതനെ അങ്ങേയറ്റം ഹൃദയഭേദകമായ അവസ്ഥയിലാക്കി. നിയന്ത്രിക്കാനാവാത്ത ദേഷ്യവും സങ്കടവും മൂലം തന്നാലാകുന്നത്ര സോംബികളെ കൊല്ലാൻ ഏഡൻ അപ്പാർട്ട്മെന്റിന്റെ പുറത്തേക്ക് കുതിച്ചു. ബേസ്ബോൾ ബാറ്റും അവൻ കയ്യിലെടുത്തിരുന്നു. പക്ഷേ അവയുടെ എണ്ണം വളരെ അധികമായിരുന്നു. ഒരു തരത്തിൽ വളരെ കഷ്ടപ്പെട്ടാണ് ജീവനോടെ റൂമിനകത്തേക്ക് തിരിച്ചു കയറാൻ അവന് സാധിച്ചതുപോലും. തൊട്ടു പിന്നാലെ അവിടുത്തെ വൈദ്യുതി ബന്ധം പെട്ടെന്ന് നിലച്ചു. നഗരം മുഴുവൻ ഇരുട്ടിലായതോടെ തന്റെ കുടുംബത്തെയും താൻ സ്നേഹിച്ചിരുന്ന സ്ത്രീയെയും ഓർത്ത് ഏതൻ ആഴത്തിലുള്ള നിരാശയിലേക്ക് വീണു. അവരിപ്പോൾ ജീവനോടെ ഇല്ലെന്ന കാര്യം, അല്ലെങ്കിൽ സോംബികളായിക്കഴിഞ്ഞു എന്ന കാര്യം ഏതന് മനസ്സിലായി കഴിഞ്ഞിരുന്നു. അടുത്ത ദിവസം ഏതൻ തന്റെ ജീവിതത്തിലെ ഏറ്റവും തളർന്ന അവസ്ഥയിലായിരുന്നു. വ്യക്തമായ ഒരു ലക്ഷ്യവും അവശേഷിക്കാത്തതിനാൽ ചിന്തിക്കാൻ പോലും കഴിയാത്ത ആത്മഹത്യയെക്കുറിച്ച് അവൻ ആലോചിച്ചു തുടങ്ങി. എന്നാൽ ശാന്തവും അപ്രതീക്ഷിതവുമായ ഒരു നിമിഷത്തിൽ എല്ലാം മാറിമറിഞ്ഞു. റോഡിന്റെ അപ്പുറത്തുള്ള ഏഡന്റെ ഓപ്പോസിറ്റുള്ള അപ്പാർട്ട്മെന്റിൽ അവിടുത്തെ ഫ്ളാറ്റിൽ ജീവനോടെ ഒരു പെൺകുട്ടിയുള്ള കാര്യം ഏഡൻ മനസ്സിലാക്കി. ജീവനുള്ള മറ്റൊരു മനുഷ്യനെ കണ്ടത് അവനിൽ പെട്ടെന്ന് പ്രതീക്ഷ തിരികെ കൊണ്ടുവന്നു. വളരെ കാലത്തിനു ശേഷം ആദ്യമായി താൻ ഒറ്റയ്ക്കല്ല എന്നവൻ തിരിച്ചറിഞ്ഞു. ധൈര്യം സംഭരിച്ച് അവളുമായി കോണ്ടാക്ട് ചെയ്യാൻ ഏതൻ ശ്രമിച്ചു. ആദ്യം അവളുമായുള്ള കോണ്ടാക്റ്റിൽ
ഏർപ്പെട്ട് താൻ ജീവിച്ചിരിപ്പുണ്ട് എന്ന കാര്യം അവളെ അറിയിച്ചു. പിന്നീട് കൈപ്പടയിൽ എഴുതിയ കുറിപ്പുകളിലൂടെ അവൻ അവളുമായി ആശയവിനിമയം നടത്താൻ ഒരു വഴി കണ്ടെത്തി. അവൾ അതിനോട് പ്രതികരിക്കുകയും തന്റെ പേര് ഏവയെന്നാണ് എന്ന് പരിചയപ്പെടുത്തുകയും ചെയ്തു. ഏതിനെപ്പോലെ അവളും ആ അപ്പാർട്ട്മെന്റിൽ തനിച്ചു കഴിയുകയായിരുന്നു. സംസാരത്തിൽ കുറെ കാര്യങ്ങൾ വ്യക്തമായി. അവളുടെ പക്കൽ കുറച്ചധികം ഭക്ഷണ സാധനമുണ്ടായിരുന്നു. പക്ഷെ വെള്ളം മൊത്തത്തിൽ തീർന്നിരിക്കുകയാണ്. പക്ഷേ അന്ന് രാത്രി അത്ഭുതം സംഭവിച്ചു. അന്ന് മഴ പെയ്തു. ആഴ്ചകളോളം വെള്ളമില്ലാതെ കഴിഞ്ഞ ഈതൻ ആ മഴവെള്ളം ഉപയോഗിച്ച് കുളിച്ചു. തന്റെ കയ്യിലുണ്ടായിരുന്ന പാത്രങ്ങൾ ഉപയോഗിച്ച് വെള്ളം സംഭരിച്ചു. അടുത്ത ദിവസം ഈതനും ഏവയും കുറിപ്പുകളിലൂടെ സംസാരിക്കുന്നത് തുടർന്നു. സമീപത്ത് അലഞ്ഞുതിരിയുന്ന സോംബികളുടെ ശ്രദ്ധ ആകർഷിക്കാതിരിക്കാൻ അവർ വളരെയധികം നിശബ്ദത പാലിച്ചു. ഏവയെ സഹായിക്കാൻ ഈതൻ അപകടകരമായ ഒരു പ്ലാൻ തയ്യാറാക്കി. അവനൊരു ബേസ്ബോൾ പന്തിൽ കയർ കെട്ടി അത് അവളുടെ ഫ്ളാറ്റിലേക്ക് വലിച്ചെറിഞ്ഞു. ഏവ അത് പിടിച്ചതോടെ തന്റെ പക്കൽ അവശേഷിച്ച കുറച്ചു വെള്ളം അതിൽ കെട്ടിയിറക്കി അവൻ അവൾക്ക് എത്തിച്ചു കൊടുത്തു. എന്നാൽ ആ ശ്രമം കുറച്ചധികം ബഹളമുണ്ടാക്കി. ശബ്ദം ആ വഴി പോയിരുന്നൊരു സോംബി കേൾക്കുകയും ചെയ്തു. ഏവയുടെ അപ്പാർട്ട്മെന്റിലേക്ക് കയറാൻ അവൻ ആരംഭിച്ചു. വേഗത്തിൽ ചിന്തിച്ച ഈതൻ ആ സോംബി അവളുടെ അടുത്തേക്ക് എത്താതിരിക്കാൻ അതിന്റെ ശ്രദ്ധയാകർഷിച്ചു. അതിനെ തന്റെ അടുത്തേക്ക് എത്തിക്കാൻ ശ്രമിച്ചു. ആ സോംബിയാകട്ടെ പിടിച്ചു കയറി അവന്റെ അപ്പാർട്ട്മെന്റിലേക്ക് എത്തി. മറഞ്ഞിരുന്ന ഈതൻ കൃത്യസമയത്ത് ബേസ്ബോൾ ബാറ്റ് പ്രയോഗിച്ച് ആ സോംബിയെ കൊന്നുതള്ളി. പക്ഷേ ഒരു കാര്യം ഈതന് വ്യക്തമായി കഴിഞ്ഞിരുന്നു. എന്നേക്കുമായി അപ്പാർട്ട്മെന്റിൽ അടച്ചുപൂട്ടി കഴിയുന്നതൊരു ഓപ്ഷനല്ല. അതിജീവിക്കണമെങ്കിൽ ധൈര്യം സംഭരിച്ചേ തീരൂ. ഉറച്ച തീരുമാനത്തോടെ ഭക്ഷണം നേടുവാൻ പുറത്തിറങ്ങാൻ ഈതൻ തീരുമാനിച്ചു. ബ്രാൻഡന്റെ അപ്പാർട്ട്മെന്റിൽ കുറച്ച് ഭക്ഷണം ചിലപ്പോൾ ഉണ്ടായേക്കാം. അവന്റെ അപ്പാർട്ട്മെന്റിന്റെ മുന്നിലാണല്ലോ സോംബികൾ ബ്രാൻഡിനെ കൊന്നിട്ടത്. അതുകൊണ്ട് ഏഡൻ വാതിൽ തുറന്നു. കൊല്ലപ്പെട്ട് കിടന്ന ബ്രാൻഡന്റെ ശരീരത്തിൽ നിന്നും അവന്റെ അപ്പാർട്ട്മെന്റ് താക്കോലെടുത്തു. സോംബികൾ എത്തുന്നതിനു മുമ്പ് അവൻ ആ അപ്പാർട്ട്മെന്റിലേക്ക് കടന്നു കയറി. അവിടെ കണ്ടുപിടിക്കാവുന്ന എല്ലാ ഭക്ഷണവും കണ്ടെത്തി അവൻ ശേഖരിച്ചു. പക്ഷെ പെട്ടെന്നായിരുന്നു ആ അപ്പാർട്ട്മെന്റിനകത്തുണ്ടായിരുന്ന ഒരു സോംബി അവനെ ആക്രമിച്ചത്. ഏറെക്കുറെ അവന്റെ ജീവിതം അവസാനിക്കേണ്ടതുപോലുമായിരുന്നു. എന്നിരുന്നാലും കൃത്യസമയത്ത് അതിനെ പ്രതിരോധിക്കാനും ആക്രമിക്കാനും അവന് കഴിഞ്ഞു. ഒടുവിൽ പുറത്തേക്ക് കടന്ന് പുറത്തുണ്ടായിരുന്ന സോംബി കൂട്ടത്തെ അറിയിക്കാതെ വളരെ സാവധാനം അവൻ തന്റെ അപ്പാർട്ട്മെന്റിലേക്ക് തിരികെ എത്തി. ഭക്ഷണത്തോടൊപ്പം ബ്രാൻഡന്റെ അപ്പാർട്ട്മെന്റിൽ നിന്ന് 2 വോക്കി ടോക്കികളും എയ്ഡന് ലഭിച്ചിരുന്നു. ഏവയുമായി സംസാരിക്കാൻ അതുപയോഗിക്കാമല്ലോ എന്നവൻ മനസ്സിലാക്കി. അതിനായി പദ്ധതിയിട്ടു. സോംബികളുടെ ശ്രദ്ധ പിടിച്ചുപറ്റാതെ പുറത്തേക്കിറങ്ങിയവൻ ഏവയുടെ ഫ്ളാറ്റിലേക്ക് ഒരു വോക്കി ടോക്കി ഇട്ട ശേഷം വളരെ വേഗം തിരിച്ചു കയറി. അടുത്ത ദിവസം വോക്കി ടോക്കിയിലൂടെ കേട്ട ഏവയുടെ മെസ്സേജോടെയാണ് എയ്തൻ ഉണർന്നതുപോലും. ഹലോ എയ്തൻ, നീ അവിടുണ്ടോ? യെസ് ഞാൻ ഇവിടുണ്ട്. ഹായ് ഈവ. എയ്തൻ, നീ ഇത് ചെയ്തെന്ന് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഈവ ചിരിക്കുന്നുണ്ടായിരുന്നു. അതായിരുന്നു അവരുടെ സംസാരത്തിന്റെ തുടക്കം. ആ നിമിഷം മുതൽ അവർ എല്ലാ ദിവസവും സംസാരിക്കാൻ തുടങ്ങി. ലളിതമായ അതിജീവന കാര്യങ്ങളിൽ നിന്ന് അവരുടെ സംഭാഷണങ്ങൾ വ്യക്തിപരമായ കഥകളിലേക്കും അവരുടെ പഴയ ബന്ധങ്ങളിലേക്കും പണ്ട് നയിച്ചിരുന്ന ജീവിതങ്ങളിലേക്കും കടന്നു. കാലക്രമേണ ഈ നിമിഷങ്ങൾ അവരെ കൂടുതൽ അടുപ്പിച്ചു. അവർക്കിടയിൽ ഒരു യഥാർത്ഥ പ്രണയബന്ധം വളരാൻ തുടങ്ങി. ഇതിനിടയിൽ എയ്തന്റെ കയ്യിലുള്ള ഭക്ഷ്യശേഖരം പൂർണ്ണമായും തീർന്നു കഴിഞ്ഞിരുന്നു. ഇനി അവിടെ ജീവിക്കണമെങ്കിൽ എവിടെ നിന്നും ഭക്ഷണം കണ്ടെത്തിയേ പറ്റൂ. റിസ്ക് എടുക്കാൻ എയ്തൻ തീരുമാനിച്ചു. ബാത്റൂമിലെ വെന്റിലേഷൻ സിസ്റ്റത്തിലൂടെ മുമ്പോട്ടേക്ക് പോവുക. അത് ഏതെങ്കിലും അപ്പാർട്ട്മെന്റിന്റെ അകത്ത് കൊണ്ടെത്തിച്ചാൽ അവിടെ ഇറങ്ങി ഭക്ഷണം പരിശോധിക്കുക. ഭക്ഷണം എടുത്ത് തിരികെ എത്തുക. ഇതായിരുന്നു എയ്തന്റെ പദ്ധതി. വൈകാതെ അവനത് പ്രവർത്തിക്കാൻ ആരംഭിച്ചു. പക്ഷെ ഒരു ഘട്ടത്തിൽ കണ്ട കാഴ്ച അവന്റെ ജീവൻ എടുക്കേണ്ടതായിരുന്നു. വെന്റിലേഷൻ സിസ്റ്റത്തിലൂടെ മുമ്പോട്ടേക്ക് പോകുമ്പോൾ അവിടെ അതാ ഒരു സോംബി. പക്ഷേ അത് കൊല്ലപ്പെട്ട് കിടക്കുകയായിരുന്നു. അത് അനങ്ങുന്ന പോലും ഉണ്ടായിരുന്നില്ല. അതോടെ ധൈര്യത്തോടെ ഇതൻ മുമ്പോട്ടേക്ക് നീങ്ങി. ഒടുവിൽ അവനൊരു അപ്പാർട്ട്മെന്റിനകത്ത് ചെന്നെത്തി. ആ അപ്പാർട്ട്മെന്റ് നിറച്ചും ഭക്ഷ്യവിഭവങ്ങളായിരുന്നു. അത് കണ്ടെത്തിയതിന്റെ സന്തോഷത്തിൽ ഏഡൻ വോക്കി ടോക്കിയിലൂടെ അക്കാര്യം ഈവയോട് പറഞ്ഞു. ഈവയ്ക്കാണെങ്കിൽ വല്ലാത്ത ഭയമായിരുന്നു. തനിക്ക് ഏഡനെ നഷ്ടപ്പെടാൻ പറ്റില്ലെന്നും സൂക്ഷിക്കണമെന്നും അവൾ ഭീതിയോടെ പറഞ്ഞുകൊണ്ടിരുന്നു. ഈവ മറ്റൊരു കാര്യം കൂടി കൂട്ടിച്ചേർത്തു. അവൾ ഏതന്റെ അപ്പാർട്ട്മെന്റിലേക്ക് എത്താൻ വേണ്ടി ശ്രമിക്കാൻ പോവുകയാണ്. പിന്നീട് അങ്ങോട്ടേക്ക് അവർക്കൊന്നിച്ച് സർവൈവ് ചെയ്ത് ജീവിക്കാൻ പറ്റുമോ എന്ന് നോക്കാലോ. പെട്ടെന്നാണ് എയ്ഡൻ അവിടെ വിചിത്രമായ ചില ശബ്ദങ്ങൾ കേൾക്കാൻ തുടങ്ങിയത്. അവിടുത്തെ വാതിലും എയ്തന്റെ വീട്ടിലെ വാതില് പോലെ റെഫ്രിജറേറ്റർ തള്ളിവെച്ച് അടച്ചിരിക്കുകയാണ്. അതോടെ ആ അപ്പാർട്ട്മെന്റിനകത്ത് മറ്റാരോ കൂടിയുണ്ട് എന്ന് എയ്തന് മനസ്സിലായി. എയ്തൻ മുമ്പോട്ടേക്ക് നടന്നു ചെന്നു. പെട്ടെന്നാണ് അല്പം പ്രായമേറിയ
വണ്ണമേറിയ വൃദ്ധനായ ഒരു മനുഷ്യൻ എയ്തന് പിന്നിൽ ഒരായുധമെടുത്ത് പ്രത്യക്ഷപ്പെട്ടത്. എയ്തന്റെ കയ്യിലെ മുറിവ് കണ്ട് അയാൾ എയ്തനെ വിരട്ടാൻ ആരംഭിച്ചു. എയ്തനൊരു സോംബിയാണെന്നായിരുന്നു അയാൾ ചിന്തിച്ചത്. പക്ഷെ എയ്തനുള്ള കാര്യം പറഞ്ഞു. അത് സോംബി കടിച്ചതൊന്നുമല്ല, ഭക്ഷണമെടുക്കാനുള്ള ശ്രമങ്ങൾക്കിടയിൽ കൈയിടിച്ച് പരിക്ക് പറ്റിയതാണ്. ഒടുവിൽ എയ്തന് വിശ്വാസമായതോടെ വൃദ്ധനായ ആ മനുഷ്യൻ തന്റെ ആയുധം താഴ്ത്തി. അയാളുടെ പേര് എഡ്വാർഡ് എന്നായിരുന്നു. എയ്തനെ തെറ്റിദ്ധരിച്ചതിന് എഡ്വാർഡ് ക്ഷമ ചോദിച്ചു. പിന്നാലെ എയ്തനോട് പറഞ്ഞു, ശരിക്കും ഇതെന്റെ ഫ്ളാറ്റ് ഒന്നുമല്ല, ഞാൻ മറ്റൊരിടത്തായിരുന്നു താമസിച്ചിരുന്നത്. ഫുഡ് അന്വേഷിച്ച് ഇങ്ങോട്ടേക്ക് എത്തിപ്പെട്ടതാണ്. ഇവിടെ ഒരുപാട് ഫുഡ് കണ്ടപ്പോ ഇവിടെ തുടരാൻ തീരുമാനിച്ചു. എയ്തനെ വെൽക്കം ചെയ്യാൻ എഡ്വാർഡ് എയ്തനായി മികച്ച ഭക്ഷണം തന്നെ ഉണ്ടാക്കി. അവർ ഒന്നിച്ച് ഭക്ഷണം കഴിച്ച് സംസാരിച്ചു. എങ്ങനെ ഈ സോംബി ഔട്ട് ബ്രേക്കിനെ നമ്മൾ അതിജീവിക്കും എന്നതൊക്കെയായിരുന്നു അവരുടെ സംസാര വിഷയം. സംസാരമധ്യേ എഡ്വാർഡ് പറഞ്ഞു, നമ്മൾ ഈ സോംബികളെ ഒന്നും കൊല്ലാൻ പാടില്ല. ഒരുപക്ഷെ നമ്മുടെ നഗരത്തിന് പുറത്തുള്ള മറ്റു രാജ്യത്തിലുള്ളവർ ഈ വൈറസിന് മരുന്ന് കണ്ടുപിടിച്ചാലോ ഒക്കെ ശരിയാവുമെങ്കിലോ അങ്ങനൊന്നും നടന്നാൽ ഇൻഫെക്റ്റഡ് ആയ നമ്മുടെ പ്രിയപ്പെട്ടവരെ വരെ നമുക്ക് സംരക്ഷിക്കാൻ പറ്റും. എയ്ഡനും അയാളുടെ ആ ഐഡിയയോട് എഗ്രി ചെയ്തു. തന്റെ പാരന്റ്സിനെയും സഹോദരിയെയും എയ്തൻ ഓർക്കുന്നുണ്ടായിരുന്നു. എയ്തനിപ്പോൾ ഈവയെയും സംരക്ഷിക്കണമെന്നുണ്ട്. അവളോടുള്ള പ്രണയം അവന്റെ ഉള്ളിൽ ഗാഢമായി വളർന്നിരുന്നു. സംസാരമധ്യേ എയ്തന്റെ ഭക്ഷണങ്ങൾ തീർന്നിരിക്കുകയാണ് എന്ന കാര്യം എഡ്വാർഡ് മനസ്സിലാക്കി. ആവശ്യമുള്ളത് ഇവിടെ നിന്ന് എടുത്തോളൂ എന്ന് എഡ്വാർഡ് എയ്തനോട് പറഞ്ഞു. എയ്തൻ ഭക്ഷണമെടുക്കാൻ തിരിഞ്ഞതും പെട്ടെന്നായിരുന്നു എഡ്വാർഡ് പിന്നിൽ നിന്ന് ആക്രമിച്ചത്. ബോധരഹിതനായി അവൻ താഴെ വീണു. ബോധം തെളിയുമ്പോൾ എയ്തൻ ബന്ദിയാക്കപ്പെട്ടിരിക്കുകയാണ്. അവന്റെ തൊട്ടടുത്തായി ഒരു കസേരയിട്ട് എഡ്വാർഡ് ഇരിക്കുന്നുണ്ട്. തൊട്ടിപ്പുറഭാഗത്ത് ഒരു സോംബിയെ കെട്ടിയിട്ടിരിക്കുന്നു. എയ്തൻ ഭയപ്പെട്ടു. പിന്നാലെയാണ് ഇതിന് കാര്യങ്ങൾ മനസ്സിലായത്. ആ കെട്ടിയിട്ടിരിക്കുന്ന സോംബി എഡ്വാർഡിന്റെ ഭാര്യയാണ്. സോംബിക്കും മനുഷ്യയിറച്ചിയും രക്തവും വേണം. എഡ്വാർഡിനെ തന്റെ ഭാര്യയ്ക്ക് ഇരയായി കൊടുക്കാനാണ് തന്ത്രപൂർവ്വം എഡ്വാർഡ് എയ്തനെ ബന്ദിയാക്കിയത്. മുമ്പും ഇയാൾ ഇതുപോലെ പലരെയും ട്രാപ്പ് ചെയ്തിട്ടുണ്ട്. പലരെയും കൊന്ന് അവരുടെ സപ്ലൈസ് എടുത്ത് എഡ്വാർഡ് അവിടെ എത്തിക്കും. ഭാര്യയ്ക്ക് അവരെ തിന്നാൻ കൊടുക്കുകയും ചെയ്യും. പക്ഷേ ഇതിന് കൃത്യമായൊരു അവസരത്തിൽ ഒരു നീക്കം നടത്താനുള്ള ഗ്യാപ്പ് കിട്ടി. ഉണർന്ന് പ്രവർത്തിച്ച എയ്തൻ അവിടെ നിന്ന് മോചിതനായി രക്ഷപ്പെടാനുള്ള ശ്രമം നടത്തി. ഇതിനിടയിൽ എഡ്വാർഡ് സോംബിയായ അയാളുടെ ഭാര്യയുടെ അടുത്തേക്ക് വന്നു വീണിരുന്നു. ഭാര്യ അയാളെ കടിച്ചു. കടികൊണ്ടതും എഡ്വാർഡ് അലറി വിളിച്ചു. അതോടെ ആ ശബ്ദം അപ്പാർട്ട്മെന്റിൽ മുഴങ്ങി. സോംബികൾ അങ്ങോട്ടേക്ക് ഇരച്ചെത്താൻ ആരംഭിച്ചു. ഒരു നിമിഷം പോലും വേസ്റ്റ് ചെയ്യാനുണ്ടായിരുന്നില്ല. അവിടെ നിന്ന് ഓടിയ എയ്തൻ അടുത്തുള്ള അപ്പാർട്ട്മെന്റിൽ കയറി ഒളിച്ചു. അപ്പോഴാണ് അതിലും മോശപ്പെട്ട ഒരു കാര്യം എയ്തനെ തേടിയെത്തുന്നത്. ഈവയുടെ അപ്പാർട്ട്മെന്റിലേക്ക് സോംബികൾ കടന്നു കയറിയിരുന്നു. അവൾ ബാൽക്കണിയിൽ ലോക്കായി നിൽക്കുകയാണ്. അവളെ രക്ഷപ്പെടുത്താൻ എയ്തൻ തീരുമാനിച്ചു. അവൻ അവിടെ നിന്നൊരു ഷോട്ട് ഗണ്ണും കിട്ടി. തുണി കെട്ടി അപ്പാർട്ട്മെന്റിൽ നിന്നും എയ്തൻ തൂങ്ങിയിറങ്ങി. നിരവധി സോംബികൾ എയ്തനെ കൊല്ലാൻ വേണ്ടി പാഞ്ഞെടുക്കുന്നുണ്ടായിരുന്നു. ഷോട്ട് ഗൺ ഉപയോഗിച്ച് എയ്തൻ ഒരു ഷൂട്ടൌട്ട് തന്നെ നടത്തി. നിരവധി സോംബികളെ കൊന്നുതള്ളി. ഈവ തന്റെ അപ്പാർട്ട്മെന്റിൽ നിന്നിറങ്ങാൻ തുണികെട്ടി ഒരു കയർ പോലെ താഴേക്കിട്ടിരുന്നു. എയ്തൻ ഒട്ടും മടിച്ചില്ല. കൃത്യമായ അവസരം കിട്ടിയപ്പോൾ അതിൽ പിടിച്ച് മുകളിലേക്ക് കയറി. സോംബികൾ കയറി വരാതിരിക്കാൻ വേണ്ടി അത് കട്ട് ചെയ്ത് താഴേക്കുമിട്ടു. ആദ്യഘട്ടത്തിലെ അപകടാവസ്ഥ തരണം ചെയ്തതോടെ തൊട്ടടുത്ത നിലയിലേക്ക് ഈവയെ എയ്തൻ ഇറക്കി. ബാൽക്കണിയിലൂടെയുള്ള ആ ഇറക്കം വളരെ അപകടം പിടിച്ചതായിരുന്നെങ്കിലും ജീവൻ രക്ഷപ്പെടുത്താൻ അവർക്ക് മുമ്പിൽ മറ്റു വഴികളുണ്ടായിരുന്നില്ല. പിടിവിട്ട് എയ്തന്റെ ദേഹത്തേക്ക് ഈവ വന്നിടിച്ചു വീഴുകയായിരുന്നു. ഇരുവരും താഴേക്ക് വധിച്ചു. എന്നിരുന്നാലും ഈവക്കും എയ്തനും വലിയ സമാധാനം അനുഭവപ്പെട്ടു. പിന്നാലെ അവിടെ നിന്ന് പുറത്തു കടക്കാനുള്ള ശ്രമങ്ങൾ അവർ ആരംഭിച്ചു. സോംബികൾ അങ്ങോട്ടേക്ക് എത്തുന്നുണ്ടായിരുന്നു. തന്ത്രങ്ങൾ ഉപയോഗിച്ചും എതിരെ വരുന്നവരെ നേരിട്ടും അവർ മുമ്പോട്ടേക്ക് തന്നെ പോയി. ഒടുവിൽ എയ്തന്റെ അപ്പാർട്ട്മെന്റിലേക്ക് അവർ കടന്നു കയറുന്നതിന്റെ തൊട്ടു മുമ്പ് ഒരു സോംബി എയ്തനെ ആക്രമിച്ചു. അതിൽ നിന്ന് രക്ഷപ്പെട്ട് അപ്പാർട്ട്മെന്റിനകത്തേക്ക് കടന്നെങ്കിലും തന്റെ അടുത്തേക്ക് വരാൻ പോയ ഈവയെ എയ്തൻ തള്ളി മാറ്റി. തന്റെ വയറിന്റെ ഭാഗത്ത് ആ സോംബി കടിച്ചിട്ടുണ്ടെന്നും ഇനി താൻ തുടരുന്നതിൽ അർത്ഥമില്ലെന്നും നിന്നെ സംരക്ഷിക്കാൻ വേണ്ടി ഞാനിവിടെ നിന്ന് പോവുകയാണ് എന്നും എയ്തൻ ഈവയോട് പറഞ്ഞു. അപ്പാർട്ട്മെന്റിന്റെ മുകളിൽ നിന്ന് താഴേക്ക് ചാടി ആത്മഹത്യ ചെയ്യാൻ അവൻ തീരുമാനിച്ചിരുന്നു. ഈവയാകട്ടെ ആ കാഴ്ചകൾ കണ്ട് വല്ലാതെ തകർന്നിരുന്നു. ഒറ്റയ്ക്കുള്ള ജീവിതം എത്ര കഠിനമായിരിക്കുമെന്നും എനിക്കങ്ങനെ ജീവിക്കണ്ടെന്നും ഇവ പറയുന്നുണ്ടായിരുന്നു. എയ്തനത് മനസ്സിലാകുമായിരുന്നു. ഇവയെ കണ്ടെത്തുന്നതിന് മുമ്പ് ആ ജീവിതത്തിന്റെ ഭീകരാവസ്ഥ അവൻ അനുഭവിച്ചതാണ്. ആത്മഹത്യ ചെയ്യുന്നതിന് മുമ്പ് എയ്തൻ തന്റെ വസ്ത്രങ്ങൾ ഓരോന്നായി ഊരിമാറ്റാൻ തുടങ്ങി. ഒടുവിലാണ് ഞെട്ടലോടെ ഒരു കാര്യം അവർ മനസ്സിലാക്കുന്നത്. സോംബി കടിക്കാൻ ശ്രമിച്ചെങ്കിലും അതവന്റെ ശരീരത്തിൽ പതിച്ചിട്ടേയില്ല. വസ്ത്രത്തിൽ മാത്രമാണ് കൊണ്ടിരിക്കുന്നത്. ശരീരത്തിൽ ഒരു മുറിപ്പാട് പോലും ഏറ്റിട്ടില്ല. അതിനർത്ഥം അവൻ ഇൻഫെക്റ്റഡ് ആയിട്ടില്ലെന്നാണ്.
ആ കാഴ്ച എയ്തനും ഈവയ്ക്കും വല്ലാത്തൊരു ആശ്വാസമായിരുന്നു പകർന്നു നൽകിയത്. ഇരുവരും അത്രമേൽ സന്തോഷിച്ചു. പുറത്തപ്പോഴേക്കും ശബ്ദങ്ങൾ കേട്ടു തുടങ്ങിയിരുന്നു. സോംബികൾ വാതിൽ വഴി കടന്നു കയറാൻ ശ്രമിക്കുന്നു. എയ്തനും ഈവയും അവരുടെ ഫ്രിഡ്ജ് തള്ളി വാതിൽ തുറക്കപ്പെടാതിരിക്കാനുള്ള സിറ്റുവേഷൻ ഉണ്ടാക്കി. പിന്നാലെ ഇരുവരും അതിൽ ചാരിയിരുന്നു. പരസ്പരം സംസാരിച്ചു. ആ അപ്പാർട്ട്മെന്റിൽ ഒന്നിച്ചു തുടരാനും അതിജീവിക്കാൻ വേണ്ടി ഒന്നിച്ച് പോരാടാനും അവർ തീരുമാനിച്ചു. എന്നെങ്കിലും റെസ്ക്യൂയേഴ്സ് എത്തുമെന്നും ഇതെല്ലാം ശാന്തമാകുമെന്നും അവർ പ്രതീക്ഷയർപ്പിച്ചു. പരസ്പരം കെട്ടിപ്പിടിച്ച് പ്രതീക്ഷകളോടെ ഇരിക്കുന്ന അവരുടെ ദൃശ്യത്തിൽ ചലച്ചിത്രം അവസാനിക്കുകയാണ്. രസകരമായ ഈ ഒരു സോംബി ത്രില്ലർ ചലച്ചിത്രം നിങ്ങൾക്കിഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റുകളിൽ രേഖപ്പെടുത്തുക. കഴിയുമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും കൂട്ടുകാർക്ക് ഷെയർ ചെയ്തു കൊടുത്തും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അടുത്ത എപ്പിസോഡിൽ മറ്റൊരു മികച്ച ചലച്ചിത്രവുമായി നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ ബൈ.